ഹലോ ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ റിവിഷൻ ടെസ്റ്റ് സീരീസ് അടുത്ത ഞായറാഴ്ച മുതൽ, അതായത് ഫെബ്രുവരി 11 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഫെബ്രുവരിയും മാർച്ചും എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. നമ്മളിതൊരു സീരീസ് ആയിട്ടാണ് നടത്തുന്നത്. അതായത് ഏകദേശം 8 ടെസ്റ്റുകളാണ് നമുക്കുണ്ടാവുക. അതിലൊരു ടെസ്റ്റിൽ നമുക്കറിയാം, നമ്മുടെ സിലബസിൽ ടോട്ടലായിട്ടുള്ളത് 83+ ചാപ്റ്റേഴ്സാണ്, ലാബ് അടക്കം. അതായത് പ്രാക്ടിക്കൽ കെമിസ്ട്രിയും പ്രാക്ടിക്കൽ ഫിസിക്സും ഒക്കെ അടക്കം നമുക്ക് 83+ ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. അപ്പം ഏകദേശം 10 ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഒരു ടെസ്റ്റിന് ഉണ്ടാവുക. ഫെബ്രുവരി 11 മുതലാണ് നമ്മുടെ ടെസ്റ്റ് ആരംഭിക്കുക. ഫെബ്രുവരി 11, 18, 25 ഈ 3 ഞായറാഴ്ചകളിൽ ഫെബ്രുവരിയിലുണ്ടാവും. അതുപോലെ തന്നെ മാർച്ചിൽ 3, 10, 17 അതുപോലെ 24 ആൻഡ് 31 മാർച്ച്. ഇങ്ങനെ 8 ഞായറാഴ്ചകളിലായിട്ട് നമ്മുടെ റിവിഷൻ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. പാർട്ടായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയാണ് നമ്മൾ നടത്തുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് നടക്കുന്നത് അടുത്ത ഞായറാഴ്ചയാണ്. അതായത് ഫെബ്രുവരി 11 നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് നടക്കുന്നത്. അതിൽ ഉണ്ടാകുന്ന ടോപ്പിക്സ് ഞാനൊന്ന് അനൗൺസ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ആഴ്ചയും ഞാൻ തരുന്ന ഏകദേശം 10ഓളം ചാപ്റ്റേഴ്സ് അത് കൃത്യമായിട്ട് പഠിക്കുക, നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 8 തവണകളായിട്ട് ഈ 10 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ, അത് പഠിച്ച് എക്സാം എഴുതി അതിൻ്റെ അനാലിസിസ് ഒക്കെ നടത്തി കവർ ചെയ്യുകയാണെങ്കിൽ ഈ 2 മാസം കൊണ്ട് നമുക്കതിൻ്റെ ഫുൾ റിവിഷൻ നടത്താൻ പറ്റും. അപ്പം ഇതുവരെ നടത്തിയ വീക്ക്ലി ടെസ്റ്റുകളൊക്കെ, ചില ടെസ്റ്റുകളൊക്കെ സ്കിപ്പ് ചെയ്ത ആളുകളുണ്ടാവും. റിവിഷൻ ടെസ്റ്റ് സീരീസ് ഒരു കാരണവശാലും ആരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ടെസ്റ്റും എടുക്കണം, പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ ഈ 2 മാസം കൊണ്ട് നമുക്ക് ഫുൾ നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ടെസ്റ്റ് 1ൻ്റെ, അതായത് ഫെബ്രുവരി 11 നടക്കുന്ന ടെസ്റ്റിൻ്റെ ടോപ്പിക്സാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. ഫിസിക്സിൽ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനും മോഷൻ ഇൻ എ പ്ലെയിനും. അതുപോലെ കെമിസ്ട്രിയിൽ ബേസിക് കൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ. ദെൻ സുവോളജിയിൽ അനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. ദെൻ ബോട്ടണിയിൽ നിന്നും ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം. ടോട്ടൽ 10 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. ഓക്കെ, ഈ 10 ചാപ്റ്റേഴ്സ് വളരെ നന്നായിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുക, അതിൻ്റെ എക്സാംസ് എഴുതുക. ഇനി ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് അനലൈസ് ചെയ്തിട്ട് അതൊന്നുകൂടി കൃത്യമായി പഠിച്ച് നന്നായിട്ട് തന്നെ റിവിഷൻ നടത്തിയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഈ 2 മാസം എല്ലാ റിവിഷൻ ടെസ്റ്റ് സീരീസിലെ എല്ലാ ടെസ്റ്റുകളും വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.